ഭർത്താവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലക്കടിച്ചു കൊന്ന കേസിൽ ഭാര്യയെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. പെരിങ്ങോം വയക്കര മുളപ്രയിലെ 62-കാരനായ ചാക്കോച്ചൻ എന്ന കുഞ്ഞുമോനെ കൊന്ന കേസിൽ ഭാര്യ റോസമ്മയെയാണ് അഡീഷണൽ സെഷൻസ് ജഡ്ജി KN പ്രശാന്ത് ജീവപര്യന്തം തടവിനും 1 ലക്ഷം രൂപ പിഴ അടക്കാനും ശിക്ഷിച്ചത്. 2013 ജൂലൈ 6 പുലർച്ചെ റോഡിലാണ് ചാക്കോച്ചൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. കുടുംബ വഴക്കിനെ തുടർന്ന് വീട്ടിൽ കൊല നടത്തി 30 മീറ്ററോളം അകലെ റോഡിൽ കൊണ്ടിട്ടതായാണ് പെരിങ്ങോം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ്. ചാക്കോച്ചൻ പയ്യന്നൂരിലെ മെഡിക്കൽ സ്റ്റോറിൽ സെയിൽസ്മാനായിരുന്നു. ചാക്കോച്ചൻ്റെ പേരിലുള്ള സ്ഥലവും വീടും റോസമ്മയുടെ പേരിൽ എഴുതി നൽകണമെന്നാവശ്യപ്പെട്ടുള്ള വഴക്കാണ് കൊലയിൽ കലാശിച്ചത്. കവുങ്ങിന് മരുന്നടിക്കുന്ന മെഷീൻ്റെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലക്കടിക്കുകയായിരുന്നു. കൊല നടത്തി മൃതദേഹം വലിച്ചു കൊണ്ടുപോയതും ആയുധം ഒളിപ്പിച്ചു വെച്ചതും ദയ അർഹിക്കാത്ത കുറ്റമാണെന്ന് കോടതി കണ്ടെത്തി. തളിപ്പറമ്പിൽ അഡീഷണൽ സെഷൻസ് കോടതി പ്രവർത്തനമാരംഭിച്ച ശേഷം വിധി പറഞ്ഞ ആദ്യ കൊലപാതക കേസാണിത്. വിധി കേൾക്കാൻ ചാക്കോച്ചൻ്റെ സഹോദരങ്ങളായ കുര്യാക്കോസും ജോർജ് കുട്ടിയും കോടതിയിൽ എത്തിയിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് U രമേശൻ ഹാജരായി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്ക്സും ഇന്റീരിയർ വർക്ക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ നിന്ന് എടുക്കാം. അവിടെ ആകുമ്പോൾ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്ക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ,